മാന്യമഹാ ജനങ്ങളെ, നമ്മൾ ഇന്ന് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് നമ്മുടെ ഇടവകയുടെ തിരുനാൾ കൂടാനാണ്. മറന്നുപോയവരെ ഞാൻ ഒന്നും കൂടി ഓർപ്പിക്കുന്നു. കൂടാതെ അവിടെ മാറി നിന്ന് ഐസ്ക്രീം കഴിക്കുന്നവരെയും, ടോയ്ലറ്റിൽ പോയവരെയും, പാർക്കിങ്ങിൽ നിന്ന് വണ്ടിയെടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുടെയും എളിയ ശ്രദ്ധ ഞങ്ങളുടെ ഈ നാടകത്തിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾക്കറിയാം ഞങ്ങൾ കുറച്ച് ഓവറാണെന്ന്. എന്നാലും നമ്മുടെ ജനപ്രിയ നായകൻ്റെ വാക്കുകൾ ഉപസംഹരിച്ച് ഞങ്ങളിതാ ആരംഭിക്കുന്നു. കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കൂ. ഹലോ ബേബി, എന്നെടുക്കുവാ? സുഖല്ലേ? ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ ചേട്ടാനെ മിസ് ചെയ്യാതിരിക്കുമോ? ഇനിയിപ്പോൾ എത്ര നാൾ കഴിഞ്ഞാൽ കാണാൻ പറ്റുക? സ്കൂൾ അടച്ചു. ചേട്ടാനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ഐ മിസ് യുടാ. ഓക്കെ ബേബി, പിന്നെ വിളിക്കാവേ. അച്ഛൻ വരുന്നുണ്ട്. എടാ കൊച്ചേർക്ക എന്തെങ്കിലും ചുറ്റിക്കളി. അതെങ്ങനെ തന്തേൻ്റെ അല്ലേ മോനെ, അങ്ങനെ വരൂ. എടാ ഞാൻ എൻ്റെ അപ്പനാണോ കാര്യം നീ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ടേ. ഒരു മിനിറ്റ് ഒന്നോട് പറഞ്ഞേ. എന്തിനാടാ? അല്ല, റെക്കോർഡ് ചെയ്ത് വെക്കാനാ. ഓ തമാശ, തെക്കോട്ടിരുന്ന് തരണിക്കോ? അതെന്താ അത്? അതെന്താടാ? ആ നക്ഷത്രം അല്ലടാ. അന്നങ്ങോട്ട് മാറി എണ്ണിക്കോ. ഓ പിന്നെയും തമാശ, നിന്റെ ആൻസർ ഷീറ്റ് പോലെ ഉണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതൊന്നുമില്ലല്ലോ. കോമഡി. എടാ ചെറുക്ക, സമയം എത്രയാടാ? 1-0, മേളിലൊരു കുത്ത്, താഴെ ഒരു കുത്ത്, 4-9. ആ നീ എന്നെ പറഞ്ഞിപ്പോ? സംശയമുണ്ടോ? അയാളോട് ചോദിച്ചോ. അയാളെ നിനക്കറിയാവോ? വകയിൽ എൻ്റെ ഒരു അച്ഛനായിട്ടൊക്കെ വരും. ഓ ഐ സി. ഐ ഓൾസോ സീ. ഡോ ഇപ്പൊ ശരിക്കും സമയം എത്രയായി? നിന്നോട് ആരാ കള്ളം പറഞ്ഞു? എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ ഈ ചെറുക്കനോടൊന്ന് ചോദിച്ചു സമയം എത്രയായെന്ന്. അപ്പോൾ ഈ ചെറുക്കൻ എന്നോട് എന്തൊക്കെയോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. എടാ അവൻ ഒരു പാഞ്ചക്കൻ വിട്ടുകളാ. സമയം ഇപ്പോൾ ഒരു 10:50. 10:50 ആ ആയിക്കോട്ടെ. ഡോ ഈ രാത്രി താനോടെ പോവാം. ഞാൻ എങ്ങോട്ട് പോയാലും തനിക്കെന്താടോ? ഞാൻ ഇവിടുത്തെ എസ് ഐ ആടാ. ഞാൻ ഇവിടുത്തെ CM ആടോ? എടാ ഇതെൻ്റെ ID പ്രൂഫ്. ഓ പോലീസായിരുന്നല്ലേ? എൻ്റെ പൊന്നു സാറേ, ഞാൻ ഒരു കൂട്ടുകാരനെ തപ്പി ഇവിടെ വന്നതാ. അവൻ 10:30 ആകുമ്പോൾ ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 11 മണിയായില്ലേ? അങ്ങനെ മര്യാദയ്ക്ക് പറ. ആ ആയിക്കോട്ടെ. കുറേമാര് ഇറങ്ങിക്കോളൂ ഈ രാത്രി തന്നെ. അച്ഛൻ്റെ അടി ഇട്ടിട്ട് എങ്ങനെയുണ്ട്? എടാ അടിയൊന്നും കിട്ടിയില്ലല്ലോ, കോളറിനെ പിടിച്ചാലേ ഉള്ളൂ. അച്ഛൻ ഒരു പാവാ, പൊട്ടനാ. അതെനിക്ക് അറിയാടാ, കണ്ടപ്പോഴേ മനസ്സിലായി. കൊള്ളാം മോനെ, കുറച്ചെടുക്കട്ടെ? വേണ്ട, ഞാൻ ഒരു കൊതി വന്നപ്പോൾ എടുത്തതാ. ഒരു ചിപ്സ് എടുക്കുന്നേ? വേണ്ടെന്നേ. എടാ നാണം ഉണ്ടോടാ കൊച്ചു പിള്ളേരെ പറ്റിച്ച് ജീവിക്കാനായിട്ട്? എന്താ പ്രശ്നം? സൗണ്ട് ഒക്കെ കേട്ടേ. എന്താ പ്രശ്നം? എടാ ചിപ്സ് എടുത്തടാ. ചിപ്സ് എടുക്കുന്നോടാ? എടാ ഞാനാണ് എടുത്തേ. എടാ കള്ള, അത് നേരത്തെ പറയണ്ടടാ, എനിക്ക് പണി കിട്ടിയില്ലേ. സോറി. ഓക്കെ, അപ്പൊ പരിചയപ്പെട്ട സന്തോഷം. ഐ ആം മിസ്റ്റർ ഹുഡ്. വീണ്ടും കാണാം. എന്നാലും നീ എന്ത് പണിയാടാ കാണിച്ചേ? ഇത് വന്നിട്ട് അടിയും മേടിച്ചു പോവേണ്ട അവസ്ഥയായല്ലോ. നിന്നോട് ആരേലും പറഞ്ഞു ചാടി കയറി അടിക്കാൻ? എന്റെ പൊന്നടാവൻ, നീ അങ്ങനെ പറയരുത്. ഞാൻ വിചാരിച്ചു ആ ചെറുക്കനായിരിക്കും ചിപ്സ് എടുത്തേന്ന്, അതുകൊണ്ടല്ലേ ഞാൻ കയറി അവനെ തല്ലേ. ഒരു ആവശ്യമില്ലായിരുന്നു. ചുമ്മാ എടുത്തു ചാട്ടം എന്ന് പറഞ്ഞ കുറച്ച് കൂടുതലല്ലേലും. എന്റെ പൊന്നടാവ, ഇനി നമ്മൾ എന്ത് ചെയ്യും? EMI വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്ത് പറയുമോ? ഹലോ സാർ. ഹലോ, പറഞ്ഞോളൂ. സാറിന് ഐഫോൺ എടുത്തായിരുന്നു, എങ്ങനെയുണ്ട്? ഐഫോണൊക്കെ അടിപൊളി തന്നെ. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിൽ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്? സത്യം പറയാലോ, ക്യാമറ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളിങ്ങനെ ഫോട്ടോ എടുത്താൽ അത് അങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അടിപൊളി തന്നെ കേട്ടോ. അതിൽ ഗെയിമിംഗ് ക്വാളിറ്റിയോ? ഗെയിമിംഗ് ക്വാളിറ്റീനെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഈ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കളിച്ചാലും സെറ്റ് നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റും. ആണോ? തനിക്ക് നാണം ഉണ്ടോടോ EMI അടയ്ക്കാണ്ടിരിക്കാനായിട്ട്? അയ്യോ സോറി സാർ, ഞാൻ EMI അടയ്ക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം പൈസയൊക്കെ കുറച്ച് കുറഞ്ഞു പോയേ, അതുകൊണ്ടാ. താൻ എടുത്തിട്ട് എത്ര നാളായിടോ? സാർ, ഞാൻ എത്രയും പെട്ടെന്ന് അടയ്ക്കാം. 5 മാസമല്ലേ 7 എടുത്തിട്ട്, അതിൽ ഞാൻ 4 മാസത്തെ EMI അടയ്ക്കാത്തുള്ളൂ. 1 മാസത്തെ ഞാൻ അടച്ചില്ലേ, അത് തന്നെ എന്ത് വലിയ കാര്യമാണ്. എങ്ങനെ പോയാലും സാർ, വലിയ താമസമില്ലാണ്ട് ഞാൻ മൊത്തത്തിൽ ഒറ്റയടിക്ക് ക്ലോസ് ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ. എന്തു പറയുന്നു? ഇനി അടച്ചില്ല നിന്നെ ഇടിച്ച് ഞാൻ കൂമ്പിളക്കും. കുറച്ച് ടൈറ്റായി പോയേ. എന്തായാലും അത് ഉടനെ ശരിയാക്കാം കേട്ടോ. ഓക്കെ ശരി, അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.
എൻ്റെ പൊന്നടാവേ, ആ EMI കാരുടെ കുറേ തെഴിവിളി കേട്ടു. ഞാൻ അന്നേ പറഞ്ഞ എന്നോട് വല്ല കിഡ്നി വല്ലതും വിറ്റിട്ട് എടുക്കാന്ന്. സത്യം, വല്ല കിഡ്നി വല്ലതും വിറ്റാൽ മതിയായിരുന്നു. കിഡ്നി ആയിരുന്നെങ്കിൽ EMI കാരുടെ തെറിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ശേ, എങ്ങനെയും കുറച്ച് പൈസ ആക്കണോടാ, ഇനി വേറെ വഴിയില്ല. എടാ, നമ്മൾ ഈ മോഷ്ടിച്ചിട്ടൊക്കെ ഇത്രയും പൈസ ആവുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കും തോന്നുന്നില്ലടാ. എങ്ങനെ പോയാലും നമ്മൾ ഇതുവരെ മോഷ്ടിച്ചു, എന്നിട്ട് എപ്പോഴെങ്കിലും സക്സസ് ആയോ? ഒരെണ്ണം എവിടെ, ഒന്നും ആവാൻ പോകുന്നില്ല. നമുക്ക് ഇനി കുറച്ച് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം. അതായത് ബാങ്ക് റോബറി, കിഡ്നാപ്പിങ്, അങ്ങനെയുള്ള സാധനങ്ങൾ. എക്സലന്റ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ അല്ലേ? പിക്ക് പോക്കറ്റ് അടിക്കാൻ പോലും അറിയില്ല, എന്നിട്ടാണോ നീ ഉണ്ടാക്കുന്നേ? ഞാൻ ഒരു പ്ലാൻ പറയാം, നീ അത് കേക്ക്. നിന്റെ പ്ലാൻ അല്ലേ, എനിക്കറിയാം. കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എന്തേലും പഴത്തൊലിയായിരിക്കും. നീ കേക്കാദ്യം. എന്താണേലും നിനക്ക് ഇത്രയും നാളെ ഞാൻ അവസരം തന്നു, ഒരവസരം കൂടെ തരാം. പറ. നീ ആ ചെക്കനെ നോക്കിയേ. കൊള്ളാല്ലേ? നല്ല ചിക്കിളിയുള്ള വീട്ടിലെ ചെക്കനല്ലേ? ചിക്കിളിയുള്ള വീട്ടിലാന്ന് തോന്നും. ആ തഴി സെറ്റാണ് അല്ലേ? നമുക്ക് ആ ചെക്കനെ കിഡ്നാപ്പ് ചെയ്യാം. കിഡ്നാപ്പിങ്ങാ? നമ്മളാ? ആ, എന്റെ പൊന്നിടാവേ, മോഷ്ടിക്കാറില്ല നമ്മൾ കിഡ്നാപ്പ് ചെയ്താ എങ്ങനെ ശരിയാവാനാന്ന്? ഈ സമയത്തല്ലേടാ യഥാർത്ഥ കിഡ്നാപ്പേഴ്സ് ജന്മം എടുക്കുന്നത്. ഇവൻ എനിക്ക് തല്ലും മേടിച്ചു തരും, പിന്നെ പൈസക്ക് അത്യാവശ്യമായി പോയി, വേറെ ഒന്നും ചെയ്യാനും പറ്റൂല. നിന്റെ ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? അത് പറ. ചെറിയൊരു ഐഡിയ ഉണ്ട്, ഞാൻ ഇപ്പൊ വരാം. പോവാണോ? ഇപ്പൊ വരും, ഒരു സാധനം വാങ്ങിച്ചിട്ട് വരും. ദൈവമേ, ഇനിയിപ്പോൾ ഇവന്റെ പ്ലാന് അടി ഇടി വെടി പോക. എൻ്റെ ദൈവമേ. ഡാ ഇത് നോക്ക്. എന്തടാ, നീ കിൻഡർ ജോയ് മേടിക്കാനാണ് ഈ രാത്രി എന്നെ ഇവിടെ ഒറ്റക്കിട്ടിട്ട് പോയത്? ശേ, മോശം തന്നെ, മോശം മോശം മോശം. ഇത് വെറും കിൻഡർ ജോയ് അല്ല. ഇതിനകത്ത് 2 ഉണ്ട ഉണ്ടെന്നല്ലേ? അതെനിക്കും അറിയാം. 2 ഉണ്ട ഉണ്ടല്ലോ. പിന്നല്ല, ആ 2 ഉണ്ട പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ 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 അതെ. എന്റെ പ്ലാൻ എന്താന്ന് വെച്ചാ, പ്ലാൻ നമ്മൾ ഈ കിൻഡർ ജോയ് കാണിച്ച് ചെക്കനെ ഇങ്ങോട്ട് പിടിപ്പിക്കും. വിളിച്ചാ വരുമോ? വരുമായിരിക്കും. വരേണ്ടതാണല്ലേ? വരും. എന്നിട്ട് ആ ചെക്കന്റെ തന്ത മാറുന്ന സമയത്ത് നമ്മൾ ഇത് കൊടുത്ത് ചെക്കനെ തട്ടിക്കൊണ്ട് പോകുന്നു. നിനക്ക് ഇത്ര ബുദ്ധിയോ എന്റെ കൊച്ചു? കൊള്ളാം. എന്തായാലും കൊള്ളാട്ടാ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ചെയ്ത് നോക്കാം. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഞാൻ പുള്ളി മാറുമ്പോൾ പറയാം. നീ അപ്പം ചെക്കനെ വിളിച്ചോ. ഓക്കെ? എടാ അവൻ മാറുന്നുണ്ട് കേട്ടാ. പുള്ളി മാറി. എടാ കൂട്ടാ, കിണ്ടർ ചെയ്. ബാ ഇങ്ങോട്ട് വന്നടാ. മണ്ടൻ കിൻഡർ ജോയ് കൊണ്ടേ കളഞ്ഞു. ഇനി ഈ രാത്രിയിൽ എവിടെ നിന്ന് ഒരു കിൻഡർ ജോയ് സംഘടിപ്പിക്കാനാ മണ്ട? അതും കൊണ്ടേ കളഞ്ഞു. ആകപ്പാടെ എന്ത് മണ്ടന്മാരാണോ ഇവനൊക്കെ. അയ്യോ എടാ, അത് ഞാൻ മര്യാദക്ക് പിടിച്ചില്ലായിരുന്നു. അത് ശേ, ഞാൻ അപ്പളേ പറഞ്ഞേ, മണ്ട ബുദ്ധിയൊക്കെ. ഇവനൊക്കെ എന്ത് വാന്ന് പറ. ചേട്ടാ ഒന്നെടുത്തേ, ഒന്ന് നോക്കിക്കേ. എന്നാ പ്രശ്നം? ഒന്ന് പൊക്കിക്കേ. എടുക്കാമല്ലോ. ഇനി പിന്നെ ഒന്നടുപ്പിച്ചേ. കുറച്ചുകൂടെ അടുപ്പിക്കണോ? കുറച്ചുകൂടെ. പെണ്ണുങ്ങളുടെ കിണ്ടർ ജോയ് ഒന്ന് പറ്റിക്കുന്നോളാ. എടാ മോനെ, സോറി എടാ കുട്ടാ, അവൻ നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ആയിരുന്നല്ലേ മേടിച്ചെന്നെ. എടാ ചേട്ടായി സോറി ചോദിക്കുന്നു കേട്ടോ. സോറി. എടാ മണ്ട, നീ ഒരു മണ്ടനാണല്ലോടാ. നിന്നൊക്കെ എന്നാത്തിന് കൊള്ളാം, പെണ്ണുങ്ങളുടെ കിണ്ടർ ജോയ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. എടാ, ആ കടയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടല്ലേ. അതാണുങ്ങളുടെ ആണോ പെണ്ണുങ്ങളുടെ ആണോ എന്ന് നോക്കാനുള്ള കോമൺ സെൻസ് ഇല്ല നിനക്ക്? നമ്മളിതൊന്നും അറിഞ്ഞിട്ടില്ലടാ. നിന്റെയൊക്കെ പേട്ട ഐഡിയ ഇനി ചേട്ടൻ കാണിക്കും. നോക്കി തിന്നാ മതി കേട്ടല്ലോ. എൻ്റെ ഒരു കിടിലം പ്ലാൻ ഉണ്ട്, നോക്കിക്കോ. ഇപ്പൊ വരാം. കണ്ട ഈ സാധനം മനസ്സിലായ? റോസപ്പൂ അല്ലേ? റോസാപ്പൂവാന്ന് എനിക്കറിയാം. ഇത് സാധാരണ റോസാപ്പൂ അല്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് ക്ലോറോഫോം അടിച്ചിട്ടുണ്ട്. ചെക്കനെ വിളിക്കുന്നു, വരുന്നു, മണക്കുന്നു, ടിം. എടാ നീ അത് മണത്താ. നിന്നോട് ഞാൻ മണക്കരുതെന്ന് പറയാൻ മറന്നുപോയി. ഇവനെ കൊണ്ടൊക്കെ എന്നാ ചെയ്യാനാ? ക്ലോറോഫോം മണപ്പിച്ച ആ റോസ് അങ്ങനെ എടുത്ത് മണത്ത് തീർന്നു. എന്തൊരു മണ്ടനാണ് മാമോ. ഇനിയിപ്പോൾ എന്നാ ചെയ്യും ഞാൻ? ഒറ്റയ്ക്ക് വായിപ്പോയി. എങ്ങനെ ഇതാ ചെക്കനെ കിഡ്നാപ്പ് ചെയ്യണം? എടാ ഇവനെന്താ കിടക്കുന്നേ? ഒന്നും പറയണ്ട എൻ്റെ പൊന്നു ചേട്ടാ. അവൻ ഇന്നലെ കുറച്ച് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണത്തിൽ അവനങ്ങ് ഉറങ്ങിപ്പോയി. നൈറ്റ് ഡ്യൂട്ടിയാ? ക്ഷീണം കാണും, ഉറങ്ങിക്കോട്ടെ. അത് തന്നെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ശേ, ഹലോ BC, ഞാൻ അതൊരു 5 മിനിറ്റ് ഞാൻ അതെത്തി. ഓക്കെ. ഡോ പറ സാർ, എന്താ പ്രശ്നം? ഒരു 5 മിനിറ്റ് ഇവനെ നോക്കുമോ? 5 മിനിറ്റ് അല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. ഞാൻ പോയിട്ട് വന്ന് നോക്കിക്കോളാം. ഒരു 5 മിനിറ്റ് ഇതാ വരുന്നു. ഓക്കെ. കുട്ടാ നീ വാടാ, നീ വാ, നമുക്ക് അവിടെ മാറി ഇരിക്കാട്ടാ. വാ. അല്ല ഇത് കണ്ടോ, ഇതെന്നാന്ന് എനിക്ക് തോന്നുന്നേ? റോസാപ്പൂ അല്ലേ? റോസാപ്പൂ ആണ് സംഭവം. ഞാനുണ്ടല്ലോ ആ ചേട്ടായി കിടക്കുന്നുണ്ടാ,
ആ ചേട്ടാക്കി ഞാൻ ഇതൊന്ന് മണക്കാൻ കൊടുത്ത്. അവന് ഈ മണം ഇഷ്ടപ്പെട്ടില്ല. നീ ഒന്ന് നോക്കി ഈ മണം എങ്ങനെയുണ്ടെന്ന്. യെസ്, ഡിം സക്സസ്. ആദ്യമായിട്ടൊരു ഇത് ഞാൻ പൊളിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? എടാ കണ്ടോടാ കൊച്ചേർക്ക, ഇത്രേ ഉള്ളൂ. നീയൊക്കെ വെറും നിസ്സാരമാണ്. എനിക്ക് മനസ്സിലായോ? എൻ്റെ ഒരു ആ കിഡ്നാപ്പിംഗ് ലെവൽ തന്നെ മാറി. ആദ്യത്തെ ആണെങ്കിലും ഇത്ര പ്രൊഫഷണലിസം ആയിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്തേ. ഞാൻ ഒരു സംഭവം തന്നെയല്ലേ. എന്നാ പറഞ്ഞാൽ ഇനി മുതൽ ഞാൻ വെറും ഹുഡില്ല, കിഡ്നാപ്പ് ചെയ്യുന്ന മിസ്റ്റർ ഹുഡ്. എൻ്റെ റേഞ്ചേ മാറിപ്പോയി. എന്നാലും എൻ്റെ പൂവേ, നീ കാരണമാണ് എൻ്റെ റേഞ്ചേ മാറിപ്പോയത്. നിനക്ക് ഞാനൊരു ഉമ്മ തന്നില്ല എങ്ങനെയാ?